ഹായ് ഹലോ എല്ലാവരും എന്തെടുക്കുക? വൈകുന്നേരമായില്ല, എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാൻ ദേ ചായയൊക്കെ വെക്കാൻ പോവാണ്. ഞാനും മോനും മാത്രമേ ഉള്ളൂ. അത് കാരണം കൊണ്ട് കുറച്ച് ചായ വെക്കണേ. എനിക്ക് വലിയ ചായ കുടിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മോനിടയ്ക്ക് കുടിക്കുന്നതുകൊണ്ട് അവനൊരു കമ്പനിക്ക് വേണ്ടി ഞാനൊരു ചില കുടിക്കുന്നു എന്ന് മാത്രം. ഞാൻ മോനെ അങ്ങനെ അധികം ചായ കുടിക്കാനൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല. പിന്നെ നിങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ചോ? ദേ ഇനിയിപ്പം ഞങ്ങളുടെ പ്ലേ ടൈമാണ്. ഇനി ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇറങ്ങി അങ്ങനെ കളിക്കണ സമയമാണ്. ചായ തിളച്ചു. ഞാനധികം ചായപ്പൊടിയൊന്നും ഇടില്ല, കുറച്ചേ ഇടുള്ളൂ. മോന് കൊടുക്കുന്നതുകൊണ്ട് കടുപ്പൊക്കെ ഇച്ചിരി കുറച്ചേ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ പഞ്ചസാരയും വളരെ കുറച്ച് മാത്രമേ ഇടുകയുള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? പഞ്ചസാരയൊക്കെ അധികം നല്ല കടുപ്പത്തിൽ കുടിക്കുന്നവരാണോ? ഞാൻ കേട്ടിട്ടുണ്ട് കുറേ പേരൊക്കെ അങ്ങനെ കുടിക്കുന്നവരാണ്. ഇത്തിരി മുറുക്കൊക്കെ എടുത്ത് ഞങ്ങളിനി ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ പോയിരുന്ന് ചായ കുടിക്കാനുള്ള പ്ലാനാണ്. എന്നൊന്നും ഇല്ല ഇങ്ങനെ ഒരു ചായ കുടി പരിപാടി, വല്ലപ്പോഴും ഒക്കെ മാത്രം. അപ്പോൾ അവൻ എന്നോട് എന്തോ വലിയ കാര്യമായിട്ട് പറഞ്ഞു വരിക. ഇനിയിപ്പോൾ അതേ ആ ചായ കുടിക്കും, മുറുക്കൊക്കെ കഴിക്കും. ഇന്നിപ്പോൾ അതേ നല്ല വെയിലുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ വെയിലുണ്ടോ? ചായയൊക്കെ കുടിച്ച് ഇനി ഞങ്ങൾ പതുക്കെ ഇനി മുറ്റത്തിൻ്റെ സൈഡിൽ പോയി മതിലുമ്മ ചാരി നിന്ന് ഇനി കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആൾക്കാർ വരുന്നവർക്കും പോണവർക്കൊക്കെ ഹായും ടാറ്റയും പ്ലെയിൻ കിസ്സൊക്കെ കൊടുത്ത് ഞങ്ങളിനി ഇവിടെ ഇങ്ങനെ നിൽക്കും. ഞാൻ ഈ സമയങ്ങളിലൊന്നും അവനധികം ഞാൻ കൺട്രോൾ ചെയ്യാറില്ല. അവന് മണ്ണിൽ കളിക്കണമെങ്കിൽ മണ്ണിൽ കളിക്കാം, വെള്ളത്തിൽ കളിക്കണമെങ്കിൽ വെള്ളത്തിൽ കളിക്കാം. ഞാനങ്ങനെ എപ്പോഴും പുറത്തേക്ക് ഇറക്കി വിട്ടില്ല. കണ്ടില്ലേ, റോഡിൻ്റെ സൈഡാണ്. അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ പുറത്തേക്ക് ഇറക്കില്ല. ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോൾ മാത്രം. എപ്പോഴും ഇപ്പം മഴയായത് കാരണം കൊണ്ട് പൂവും കായൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവണില്ല. ഞാൻ അങ്ങനെ വലിയ നിറച്ചൊന്നും ചെടിയൊന്നും വെച്ചിട്ടില്ല. ഇത്തിരിയൊക്കെ ഉള്ളോ. എന്നാലും അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം ഞാൻ റോഡിൻ്റെ സൈഡിൽ ഇത്തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവനും എൻ്റെ കൂടെ ഇറങ്ങി വന്നേക്കുക. അങ്ങനെ ചെടിയൊക്കെ നോക്കി ഇനി ഞങ്ങൾ റോട്ടിൽ കൂടെയൊക്കെ ഇത്തിരി നേരമൊക്കെ കളിച്ച് എന്നിട്ടാണ് ഇനി അകത്ത് കയറുള്ളൂ. നിങ്ങളുടെയൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞോ? എന്താ നിങ്ങളുടെയൊക്കെ വൈകുന്നേരത്തെ പരിപാടികൾ? ഞങ്ങളിനി റോട്ടിൽ കൂടെയൊക്കെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ചൊക്കെ ഇങ്ങനെ നടക്കും. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.